സമയത്തിനൊപ്പം എത്താനുള്ള മനുഷ്യന്റെ കുതിപ്പ് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും കൃത്യതയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ആക്യുറേറ്റ് ആണ് എന്ന് കരുതിയിരുന്ന പെൻഡുലം ക്ലോക്കിൽ പോലും വളരെ ചില വ്യത്യാസങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അതായത് ഒരു ദിവസം 1/2 സെക്കൻഡെങ്കിലും സമയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോഴും സമയം കുറച്ചുകൂടെ മുന്നിൽ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇതിനൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് എന്ന് പറയുന്നത് കൃത്യമായ ഒരു അളവ് തന്നെ വേണ്ടതായിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു നിർവചനം തന്നെ കൊടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ 1 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇറ്റ് ഫോർ ടൈം. പെൻഡുലം ക്ലോക്കുകൾ കൃത്യതയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പെൻഡുലം ഗ്രാവിറ്റി വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രാവിറ്റി. പക്ഷേ ഭൂമിയിൽ എല്ലായിടത്തും ഗ്രാവിറ്റി തുല്യമായിരിക്കില്ല. പല പ്രദേശങ്ങളിലും വളരെ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. ആകെ വാല്യൂ 9.8 എന്ന് നമ്മൾ പറയുമെങ്കിലും ഇതിൽ ഉയരത്തിനനുസരിച്ചും ഭൂമിയിലെ പ്രദേശങ്ങൾക്കനുസരിച്ചുമെല്ലാം ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഭൂമിയിലേക്ക് അടുത്ത് അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കില്ല ധ്രുവങ്ങൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും നേരിയ കുറവ് എവറസ്റ്റിന് മുകളിലെത്തുമ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇത് ലോകത്തിൽ എല്ലായിടത്തും തന്നെ സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുവാൻ ഇടയാക്കി. ഇതിനൊരു പരിഹാരമാവുന്നത് ക്വാർട്സ് ക്രിസ്റ്റലുകളുടെ വരവോടുകൂടിയാണ്. ക്വാർട്സ് ക്രിസ്റ്റൽ ഭൂമിയിൽ നിന്നും കിട്ടുന്ന ഒരുതരം മിനറൽസ് ആണ്. യഥാർത്ഥത്തിൽ ഇത് സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇവയുടെ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ആണ് ഇവയ്ക്ക് സമയ നിർണ്ണയത്തിൽ പ്രാധാന്യം നൽകുന്നത്. അതായത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായും തിരിച്ച് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുവാനും ഇവ ഉപയോഗിച്ച് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്തരം ക്രിസ്റ്റലുകൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവരികയാണെങ്കിൽ അവ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ഓസിലേഷൻസ് അവയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് സർക്യൂട്ട് കൗണ്ട് ചെയ്യും. ഒരു സെക്കൻഡിൽ 32,768 തവണ ഇവ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് സർക്യൂട്ട് ഒരു തവണ 32,768 വൈബ്രേഷൻ കൗണ്ട് ചെയ്യുമ്പോൾ വാച്ചിലെ സൂചി ഒരു തവണ മുന്നോട്ടാവും. ചില വാച്ചുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെയാണ് സമയം കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെയും മെക്കാനിസം ഇത് തന്നെയാണ്. ക്വാർട്സ് ക്രിസ്റ്റലുകളുടെ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ആദ്യമായി മനസ്സിലാക്കിയത് ജാക്സും പിയറി ക്യൂറിയും ചേർന്ന് 1980-ലാണ്. പക്ഷേ ആദ്യമായി ക്വാർട്സ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നിർമ്മിക്കുന്നത് 1921-ലാണ്. 1923-ൽ ഇത് ഉപയോഗിച്ച് ടൈം സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ക്വാർട്സ് ക്ലോക്ക് നിർമ്മിക്കുന്നത് 1927-ലാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എല്ലാം നിർമ്മിക്കപ്പെട്ടിരുന്ന ക്വാർട്സ് ക്ലോക്കുകൾ പലപ്പോഴും വളരെ വലുതായിരുന്നു. കാരണം കൗണ്ടിങ്ങിനായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യൂം ട്യൂബ് സംവിധാനം വളരെ വലുപ്പമേറിയതായിരുന്നു. പിന്നീട് സെമി കണ്ടക്ടറുകളുടെ വരവോട് കൂടിയാണ് ഇതിനൊരു വ്യത്യാസം ഉണ്ടായത്. 1960-ലാണ് ആദ്യമായി കൺസ്യൂമർ ലെവലിലുള്ള പോർട്ടബിൾ ക്ലോക്ക് നിർമ്മിക്കുന്നത്. ആദ്യത്തെ പോർട്ടബിൾ ക്വാർട്സ് ക്ലോക്ക് ആയ സീക്കോ ക്രിസ്റ്റൽ ക്രോണോമീറ്റർ QC951 നിർമ്മിച്ചത് ജപ്പാൻ കമ്പനിയായ സീക്കോ ആണ്. ഇത് 1964-ൽ നടന്ന സമ്മർ ഒളിമ്പിക്സിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ്. 1967 മുതൽ ക്വാർട്സ് വിഭാഗത്തിൽപ്പെടുന്ന റിസ്റ്റ് വാച്ചുകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായി പറയുന്നുണ്ട്. എന്നാൽ 1969-ലാണ് ഇത്തരത്തിലൊരു റിസ്റ്റ് വാച്ച് നിർമ്മിക്കാനായത്. സീക്കോ ക്വാർട്സ് ആൻസ്ട്രോൺ 35SQ ആണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ ക്വാർട്സ് റിസ്റ്റ് വാച്ച്. പിന്നീട് അങ്ങോട്ട് ടെക്നോളജിയിൽ വളരെ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. സെമി കണ്ടക്ടറുകളുടെ വരവ് വലിപ്പം കുറഞ്ഞ സർക്യൂട്ട് ബോർഡുകളുടെ നിർമ്മാണത്തിന് സഹായിച്ചു. ഡിസ്പ്ലേകളുടെ വരവും പലവിധ ഉപകരണങ്ങളിലും സമയ നിർണ്ണയത്തിനുള്ള സാധ്യതയുണ്ടാക്കി. ചെറിയ ബാറ്ററി പ്രവർത്തിക്കുന്ന റിസ്റ്റ് വാച്ചുകൾ വിപണി കീഴടക്കി. 1980-കൾക്ക് ശേഷം ഒട്ടുമിക്ക മേഖലകളിലും ക്വാർട്സ് വാച്ചുകൾ തന്നെയാണ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവയ്ക്കും ചില പരിമിതികളുണ്ട്. ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ വാച്ചുകളെ തകരാറിലാക്കും. കൂടാതെ വർഷങ്ങൾ കഴിയുമ്പോൾ പലവിധ തകരാറുകൾ മൂലവും ഇവയുടെ കൃത്യത കുറയും. സാധാരണയായി 30 ദിവസം കൂടുമ്പോൾ 15 സെക്കൻഡെങ്കിലും കുറവ് കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ക്വാർട്സ് ക്ലോക്ക് ഉപയോഗിച്ച് ഭൂമിയുടെ ഭ്രമണത്തിൽ ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന വളരെ ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടെത്താനായിട്ടുണ്ട്. ഇത് സാധിച്ചത് 1932-ലാണ്. ക്വാർട്സ് വാച്ചുകളുടെ വരവ് വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. മെക്കാനിക്കൽ വാച്ചുകളുടെ വിപണിയിൽ വളരെയധികം മുൻപിലായിരുന്ന സ്വിസ് വാച്ച് മേക്കേഴ്സ് ഈ മാറ്റത്തിൽ വളരെയധികം പ്രതിസന്ധിയിലായി. 1600-ലധികം ഉണ്ടായിരുന്ന സ്വിസ് കമ്പനികൾ പലതും ഇല്ലാതായി. അത് 600-ൽ താഴെ മാത്രമായി ചുരുങ്ങി. ഇതിനെ ഹോർസ് ക്രൈസിസ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിളിക്കുന്നത്.
എങ്കിലും മെക്കാനിക്കൽ വാച്ചുകൾക്ക് ഇന്നും വലിയൊരു വിപണി തന്നെയുണ്ട്. ക്വാർട്സ് വാച്ചുകളെ അപേക്ഷിച്ച് ഇവ വളരെ കാലം നിലനിൽക്കും എന്നതാണ് ഇതിനുള്ള ഒരു കാരണം. പലപ്പോഴും തലമുറകൾ പാരമ്പര്യമായി കൈമാറി ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള ഒരു ആഭരണം കൂടിയാണ് ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ വാച്ചുകൾ. ഉപയോഗിക്കുന്ന ആളുടെ കൈയുടെ ചലനത്തിൽ നിന്നും ലഭിക്കുന്ന കൈനറ്റിക് എനർജിയിലൂടെ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് വാച്ചുകൾക്കാണ് ഇന്ന് ഏറ്റവും അധികം ഡിമാൻഡ്. റോളക്സ്, ടിസോ അങ്ങനെ പല കമ്പനികളും ഇത്തരത്തിലുള്ള ബെസ്റ്റ് ക്വാളിറ്റി വാച്ചുകൾ നിർമ്മിക്കുന്നുണ്ട്. 10,000 രൂപയിൽ താഴെ ഇത്തരത്തിലുള്ള വാച്ചുകൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ബെസ്റ്റ് ക്വാളിറ്റി ഓട്ടോമാറ്റിക് വാച്ചുകൾക്ക് ലക്ഷങ്ങൾ തന്നെ വില നൽകേണ്ടി വരും. അപ്പോഴും മറ്റൊരു വിഭാഗത്തിന് സമയത്തിലെ ഈ നേരിയ കൃത്യതക്കുറവ് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഗവേഷകരെ സംബന്ധിച്ച് സമയത്തിനൊപ്പം തന്നെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. 1948 ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി. അതെന്താണെന്ന് അറിയണ്ടേ? അതറിയാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കും. ഒപ്പം ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സമയത്തിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.